യാതൊരു മറയും ഇല്ലാതെ തനിക്ക് ആ തോന്നുന്ന ആ വികാരത്തെ പ്രകടിപ്പിക്കുന്നത്. അതൊരു ഗുരുവിൻ്റെ മുൻപിലേ സാധ്യമാകുന്ന. അല്ലാണ്ട് ഗുരുവല്ലേ, എങ്ങനെയാണ് ഗുരുവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക? അതുമില്ല. ഗുരുവിനോടാണ് എന്തും പറയേണ്ടത്. ഗുരുവിനോടാണ് എന്തും പറയേണ്ടത്. എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം അവിടെയാണുള്ളത്. ഒരിക്കലും ഒരു അമ്മയുടെ മകൻ ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റായ സമയത്ത്, ഒരു ഗുജറാത്തി അമ്മയാണ്. ആ അമ്മ സ്വാമിജിയുടെ വലിയ ഡിവോട്ടിയാണ്, ചിന്മയാനന്ദ സ്വാമികളുടെ. ഇത് അറിഞ്ഞ സമയത്ത്, അന്ന് ഇത് വലിയൊരു ഇതായിരുന്നു, അറിഞ്ഞ സമയത്ത് അവർ സ്വാമിയുടെ താടി പിടിച്ചിട്ട് 4 വലിയൊക്കെ, ആൾ കണ്ടു നിൽക്കുന്നവർക്ക് പേടിയായി. എന്താ എൻ്റെ മകൻ ഇങ്ങനെ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ വന്ന് തടയാൻ പോയപ്പോൾ സ്വാമിജി വേണ്ടാന്ന് പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, അവർ പോയി കഴിഞ്ഞ് അവർക്ക് പറയാൻ ഞാനാണുള്ളത്, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അവരുടെ എല്ലാ വികാരങ്ങളും എൻ്റെ അടുത്ത് വരട്ടെ, ഒഴുകട്ടെ എന്ന് പറയാം. അതിനായിട്ട് ഞാൻ കാത്തിരിക്കണമെന്ന് പറയാം. അതാണ് ഗുരു. നമുക്ക് എന്തൊക്കെ തോന്നുന്നോ എന്തും പറയാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം അവിടെയുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഇവിടെ നചികേതസ് ഉപയോഗിക്കുന്നു എന്ന് പറയാം. അല്ലാതെ ഗുരുവല്ലേ ഇങ്ങോരെന്ത് വേണമെങ്കിൽ പറയട്ടെ, എന്താ ഇപ്പം ചെയ്യുക, ഗുരുവായിപ്പോയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുക, അങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ നചികേതസ് യാതൊരു മറയും കൂടാതെ ചോദിക്കുന്നു യമനോട്, അന്യത്ര ധർമാത് അന്യത്രസ്മാത് കൃതാകൃതാച്ച അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തദ്വദ. നചികേതസ് വീണ്ടും ചോദിക്കുന്നു യമനോട്, ധർമാദന്യത്ര അധർമാദന്യത്ര, ധർമ്മവും അധർമ്മവും, അതായത് ധർമ്മമല്ലാത്തതും അധർമ്മമല്ലാത്തതും, ഇനി ധർമ്മമായതും അധർമ്മമായതും അതിനപ്പുറത്തായതും, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം. ഇങ്ങനെ മനസ്സിലാക്കാം. ധർമാത് അന്യത്ര, ധർമ്മത്തിൽ നിന്നും. ധർമാത് എന്ന് പറയുമ്പം ഇവിടെ പഞ്ചമിയാണ്. ഇൽ നിന്ന് കാൾ മുതൽ ഹേതുവായിട്ട് പഞ്ചമിക്ക് അർത്ഥം. സംസ്കൃതം പഠിച്ചിട്ടുള്ളവർക്ക് അതെന്ന് പ്രഥമയ്ക്ക് അർത്ഥം, ദ്വിതീയയ്ക്ക് അതിനെ പുന, തൃതീയ ഹേതുവായിട്ട് ഇൽക്കിൻ്റെ ഉടെ ഷഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ, ചെറിയ ക്ലാസ്സിൽ ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും. അപ്പം ധർമാത് എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്. പിന്നെ ധർമ്മത്തേക്കാൾ, ഇൽ നിന്ന് കാൾ മുതൽ, ധർമ്മം മുതൽ, ധർമ്മഹേതുവായിട്ട് എന്നൊക്കെ അർത്ഥം. അപ്പം ധർമാത് അന്യത്ര, ധർമ്മമല്ലാത്തതും അതിൽ നിന്ന് വിട്ടിട്ടുള്ളതും, അധർമാത് അന്യത്ര, അധർമ്മം അല്ലാത്തതും, അസ്മാത് കൃതാകൃതാത് അന്യത്ര, കൃതവും അകൃതവും അല്ലാത്തതും, ചെയ്തതും ചെയ്യപ്പെടാത്തതും അല്ലാത്തതായിട്ടുള്ള, ഭൂതാത് ച ഭവ്യാത് ച അന്യത്ര, ഭൂതത്തിലും ഭാവിയിലും അല്ലാത്തതും. എന്തെങ്കിലും യത് പശ്യസി, യത് ത്വം പശ്യസി, നീ എന്തെങ്കിലും, പശ്യസി എന്ന് പറഞ്ഞാൽ ത്വമാണ്, അങ്ങ് എന്തെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ, ദർശിച്ചിട്ടുണ്ട് എങ്കിൽ, തത് അതിനെ വധ പറയൂ. ഇതൊക്കെ നിർത്തൂ പരിപാടി എന്നാണ് അർത്ഥം. ഇത് ഈ എന്താ, ചില സമയത്ത് നമുക്ക് ഭഗവത്ഗീതയിലെ അർജുനൻ ഇങ്ങനെ ഭഗവാനോട് പറയുന്നത് കാണാം ഇല്ലേ. ഈ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ശാസ്ത്രത്തിൽ മാത്രമേ കാണുള്ളൂ. ഇതും നമ്മളിങ്ങനെ കുട്ടിഘോഷിക്കും, ഓ നമ്മുടെ അതിലുണ്ട് കേട്ടോ. എടോ എന്നാൽ നീ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അയ്യോ അതെനിക്ക് പറ്റില്ല എന്ന് പറയും, അതെനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. ഞാൻ അങ്ങനെ അഥവാ ആരെങ്കിലും ചോദിച്ചാലോ അപ്പം അവനെ അടക്കിയിരുത്തുകയും ചെയ്യും എന്ന് പറയാം. അതും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരിക്കൽ, ഒരു തമാശയായിട്ടാണ്. ഒരിക്കൽ എലികൾ സമ്മേളനം കൂട്ടി. എന്താണ് അവരുടെ സമ്മേളനത്തിൻ്റെ, അവർ ദേശീയ തലത്തിൽ എലികൾ എല്ലാവരും കൂടെ കൂടി. എന്താ കർണാടകയിൽ നിന്ന് വന്നു, കേരളത്തിൽ നിന്ന് വന്നു, അങ്ങനെ പലയിടത്തു നിന്നായിട്ട് വന്നു എലികൾ. എല്ലാ സംസ്ഥാനത്തിനും വിഷയം പൂച്ചയാണ്. പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടണം. തമിഴ്നാട്ടിലുള്ള എലികളൊക്കെ വന്ന് തമിഴിൽ പറയാൻ തുടങ്ങി.
അവിടെ എല്ലാം എന്താ ഏതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമിഴിൽ അപ്പടി വിട്ടാൽ ശരിയാകാത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ വന്നു, മറാഠി, അവിടുന്ന് ഗുജറാത്തിയിൽ എല്ലാവരും കൂടെ വന്നു. ഒരു ദേശീയ സമ്മേളനമാണ്. അപ്പോൾ ആ ദേശീയ സമ്മേളനത്തിൽ അജണ്ട ഇതാണ്: പൂച്ചയാണ് പ്രശ്നക്കാരൻ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. സംസ്ഥാന നേതാക്കളെല്ലാം കൂടി എക്സിക്യൂട്ടീവ് അതിലങ്ങനെ അവരങ്ങനെ ഇരുന്നു, ഓരോ പ്രതിനിധികളായിട്ട്. എലികൾ, കേരളത്തിൽ നിന്നുള്ള എലി, തമിഴ്നാട്ടിൽ നിന്നുള്ള എലി, ഇങ്ങനെ ആ ക്യാബിനറ്റ് അവരുടെ അതിലവരങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഒരു നേതാവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മണി കെട്ടാം പൂച്ചയ്ക്ക്. അപ്പോഴേക്കും ആളുകൾ ഡെസ്കിനടിച്ച് പറഞ്ഞു, ഇത് പണ്ട് സമ്മേളനത്തിൽ നമ്മൾ ഉന്നയിച്ച കാര്യമാണ്, പഴയ 1947 മുതൽ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞിട്ട് ഇതുവരെ ആരും മണി കെട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ പഴഞ്ചനാണ്, മാറ്റി പുതിയ സിദ്ധാന്തം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവന്നു. എന്താണ്? എലിക്ക് പൂച്ചയെ പേടിയാണ്, അല്ല പൂച്ചയ്ക്ക് നായയെ പേടിയാണ്. പൂച്ചയെ തുരത്താനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ പൂച്ചയ്ക്ക് നായയെ പേടിയാണ്. പൂച്ച നമ്മുടെ അടുത്തേക്ക് വരുമ്പം നമ്മൾ നായയാവുക, എന്നാൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ശരി, പ്രമേയം പാസ്സാക്കി. ഇനി പൂച്ച വരുമ്പം നമ്മൾ എന്ത് വേണം? നമ്മൾ നായയാവുക. അപ്പോൾ ഉടനെ ഒരു ചിടുങ്ങന എലി ചോദിച്ചു, നമ്മൾ നമ്മൾ എലിയായിട്ടുള്ള നമ്മൾ എങ്ങനെ നമ്മൾ നായയാവും? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ അവനോട് പറയാം, മിണ്ടാതിരി, അവിടെ ഇത് ദേശീയ സമ്മേളനമാണ്. ദേശീയ സമ്മേളനത്തിൽ നയങ്ങൾ എടുക്കാറേ ഉള്ളൂ, അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. പഞ്ചായത്ത് തലത്തിൽ നടപ്പാക്കുക, പഞ്ചായത്ത് തലത്തിൽ അതിനെ നടപ്പാക്കലാണ്. ദേശീയ തലത്തിൽ എന്താണ്? തീരുമാനങ്ങൾ കൈക്കൊള്ളുക മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് തലത്തിലാണ് അതൊക്കെ നടപ്പിൽ വരുത്തുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യങ്ങളൊന്നും പാടില്ല എന്ന് പറയാം, തീരുമാനം എടുക്കുകയാണ്. ഇവിടെ അങ്ങനെയൊരു രീതിയല്ല എന്ന് പറയാം. ഇവിടുത്തെ രീതി എന്താണ്? ചോദിക്കുക. തൻ്റെ മുൻപിൽ താൻ ആശ്രയിച്ചിരിക്കുന്നത് പരമമായിട്ടുള്ള ഒരു ഗുരുവിനെയാണ്. ആ ഗുരുവിനോട് തനിക്ക് യാതൊരു മറയുമില്ലാതെ താൻ ചോദിക്കണം. ഇതാണ് തൻ്റെ ചോദ്യം. എന്തെങ്കിലും അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ എന്ന് പറയുന്നു. ഇവിടെ യമൻ കണ്ടതിനെ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ ചോദ്യത്തിന് കണക്കായിട്ടാണ് ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കൊടുക്കുന്നത്. യമൻ കണ്ടതിനെ പറയൂ എന്ന് പറഞ്ഞപ്പം യമൻ പറയണു, കണ്ടതിനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സർവേ വേദായത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യതി ഛന്ദോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിത്യേതത്. സർവേ വേദാഃ യത് പദം ആനമന്തി തപാംസി സർവാണി ച യത് വദന്തി യത് ഇച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി തത് തേ പദം സംഗ്രഹേണ അഹം ബ്രവീമി ഓം ഇതി ഏതത്. തത് ഓം ഇതി. സർവേ വേദാഃ എല്ലാ വേദങ്ങളും എന്ന് പറഞ്ഞാൽ അറിവിനെ സംബന്ധിക്കുന്ന, ഈ പരമമായിട്ടുള്ള അറിവിലേക്ക് നയിക്കാൻ പോകുന്ന എന്തൊക്കെ ഈ ഭൂമണ്ഡലത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടോ അതെല്ലാം എന്നാണ് ഈ ശബ്ദത്തിന് അർത്ഥം. സർവേ വേദാഃ, ഭൂമിയുടെ ഏത് കോണിലാവട്ടെ ഈ വിദ്യയിലേക്ക് നയിക്കാൻ പോകുന്ന. അപ്പം നമ്മൾ പല ഈ ലോകത്തിൽ പല സാഹിത്യവും ഉണ്ടായിട്ടുണ്ട്. ലോക സാഹിത്യത്തിൽ പല രാജ്യങ്ങളിലും പല സാഹിത്യകാരന്മാരും പല നല്ല നല്ല കൃതികൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് പറയാം. അതിലൊക്കെ ഈ ഒരു സത്യത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വേദമായിട്ട് പരിഗണിക്കാം. എല്ലാം വെറും നമ്മുടെ വേദപുസ്തകം എന്ന് നമ്മൾ ഒതുങ്ങി നിൽക്കണ്ട. സർവേ വേദാഃ, എല്ലാ വേദങ്ങളും യത് പദം ആമനന്തി, യാതൊരു പദത്തെ പറ്റിയാണോ പറയുന്നത്, യാതൊന്നിനെ പ്രകീർത്തിക്കുന്നുവോ, സർവാണി തപാംസി ച യത് വദന്തി, എല്ലാ തപസ്സുകളും
സർവ തപസ്സുകളും യാതൊന്നിനെയാണോ വധിക്കുന്നത്, പറയുന്നത്, യാതൊന്നിനെ ലക്ഷ്യമാക്കിയിട്ടാണ് എല്ലാ തപശ്ചര്യകളും. തപസ് എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവം അനുഷ്ഠിക്കുന്ന യാതനകളെന്ന് ഗീതയിൽ നമ്മൾ കണ്ടു. തപസ് ഏതൊക്കെ വിധം? ശാരീരം, മാനസികം, അല്ലേ, വാചികം. ആ തപസ്സുകൾ തന്നെ 3 വിധത്തിൽ ഇപ്പം 18-ാം അധ്യായം നടന്നുകൊണ്ടിരിക്കുക. 17-ഉം 18-ലും ഒക്കെ നമ്മളത് കണ്ടു, അല്ലേ? എങ്ങനെയാണ് ശാരീരിക തപസ്, എങ്ങനെയാണ് വാചികമായിട്ടുള്ള തപസ്, എങ്ങനെയാണ് മാനസികമായിട്ടുള്ള തപസ് ചെയ്യേണ്ടത് ഇത്യാദികളൊക്കെ. അപ്പം എല്ലാ തപസ്സുകളും യാതൊന്നിനെക്കുറിച്ചാണ് പറയുന്നത്. യത് ഇച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി. യത് യാതൊന്നിനെ ഇച്ഛന്തഃ ഇച്ഛിക്കുന്നവരായിട്ട് ബ്രഹ്മചര്യം ചരന്തി. ബ്രഹ്മചര്യം എന്ന മാർഗത്തിൽ ചരിക്കുന്നത് യാതൊന്നിനെ ഇച്ഛിച്ചിട്ടാണ്, യാതൊന്നിനെ ആഗ്രഹിച്ചിട്ടാണ് ബ്രഹ്മചാരികൾ ബ്രഹ്മചര്യത്തിൽ പോകുന്നത്. തത്പദം, ആ പദത്തെ, തേ സംഗ്രഹേണ അഹം ബ്രവീമി, നിനക്ക് ഞാൻ സംഗ്രഹിച്ച് പറഞ്ഞു തരാം. ഏതത് ഇതി ഓം. ഏതത്, അത്, ഓം ഇതി, ഓം എന്നാകുന്നു. നീ ചോദിച്ചില്ലേ, ധർമ്മത്തിനപ്പുറം അധർമ്മത്തിനപ്പുറം സംഭവിച്ചതിനും സംഭവിക്കാനിടയുള്ളതിൻ്റെ ഒക്കെ എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് അങ്ങ് എന്തെങ്കിലും ദർശിച്ചുവോ? ആ ദർശിച്ചതിനെ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ പറഞ്ഞു തരാം. അതെന്താണ്? ഓം ഇതി ഏതത്, അത് ഓംകാരമാകുന്നു, പ്രണവമാകുന്നു എന്ന് പറയാം. ഇനി അതിനെ വിസ്തരിക്കണം. ഏതദ്ദേവാക്ഷരം ബ്രഹ്മ, ഏതദ്ദേവാക്ഷരം പരം, ഏതദ്ദേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത്. ഏതത് അക്ഷരം ബ്രഹ്മ, ഏതത് അക്ഷരം ബ്രഹ്മ ഏവ ഹി, ഏതത് അക്ഷരം പരം ഏവ ഹി, ഏതത് അക്ഷരം ഏവ ഹി ജ്ഞാത്വാ യഹ യത് ഇച്ഛതി തത് തസ്യ. ഏതത് അക്ഷരം, ഈ പറഞ്ഞ അക്ഷരം. ഇവിടെ ഈ പറഞ്ഞ അക്ഷരം എന്ന് പറയുമ്പം ഈ പറഞ്ഞ നാശരഹിതമായ അക്ഷരം എന്നതിനിവിടെ ക്ഷരരഹിതമായിട്ടുള്ള പ്രണവം എന്നർത്ഥം. അത് ബ്രഹ്മ ഏവഹി, അത് ബ്രഹ്മം തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അക്ഷരം ഉണ്ടല്ലോ, ഓം എന്നത് ബ്രഹ്മം തന്നെയാണ്. ഏതദക്ഷരം, ഈ അക്ഷരം പരം ഏവഹി, അതാണ് എല്ലാറ്റിനും പരമായിട്ടുള്ളത്. പരം എന്ന് പറഞ്ഞാൽ ദേശ കാല വസ്തു പരിധി ഇല്ലാത്തത്. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടും പരിമിതപ്പെടുത്താൻ പറ്റുന്നതാണോ? അല്ല എന്ന് പറയാം. അങ്ങനെ പരിമിതപ്പെടാത്തതിനെയാണ് പരം എന്ന് പറയുക. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടും പരിമിതപ്പെടാത്തത്, അത് പരമാണ്. ഏതദക്ഷരം പരം ഏവഹി, ഈ അക്ഷരത്തെ പരം എന്ന് പറയുന്നു. സകലത്തിലും അതീതമാണത്. ഏതദക്ഷരം ഏവഹി, ഈ അക്ഷരത്തെ ജ്ഞാത്വ അറിഞ്ഞിട്ട്, ഈ ഓംകാരത്തെ അറിഞ്ഞിട്ട്, യഹ യത് ഇച്ഛതി, യാതൊരുവൻ യാതൊന്ന് ഇച്ഛിക്കുന്നുവോ, തത് തസ്യ, അത് അവൻ്റേതായിത്തീരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് പിൽക്കാലത്ത് ഓരോരോ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്ത്? ഓം എന്ന് ചൊല്ലിയാൽ, പ്രണവത്തെ ഉപാസിച്ചാൽ യാതൊന്ന് ആഗ്രഹിക്കുന്നുവോ അത് കിട്ടും എന്ന്. ഇതൊക്കെ ഉപനിഷത്ത് മുഴുവൻ അധ്യയനം ചെയ്തിട്ട് വേണം മനസ്സിലാക്കാൻ. ആരോടാ പറയണത്? ആരാ പറയണത്? ഇല്ലേ? ശരിക്കും മനസ്സിലാക്കണേ. നിങ്ങൾ വീണ്ടും പഴയതിലേക്ക് പോവരുത്. കാരണം നചികേതസിൻ്റെ മുൻപിൽ എന്തൊക്കെ യമധർമ്മൻ അവതരിപ്പിച്ചുവോ അതിനെ മുഴുവൻ പൂർണ്ണമായി നിരാകരിച്ചവനാണ് ആര്? നചികേതസ്. ആ നചികേതസ്, അങ്ങനെയുള്ള നചികേതസിനോടാണ് യമൻ പറയുന്നത്, യാതൊന്ന് ഇച്ഛിച്ചിട്ട് ഈ പ്രണവത്തെ ഉപാസിക്കുന്നുവോ അവൻ അതായിത്തീരും എന്ന് പറയുമ്പോൾ പ്രണവോപാസകൻ്റെ മുൻപിലെ ഏക ലക്ഷ്യം
അത് ഞാനാണ് എന്നതാണ്. അല്ലാണ്ട് ചോട്ടാമോട്ടാ സാധനങ്ങൾക്ക് വേണ്ടിയല്ല ഓം എന്ന് പറയേണ്ടത്. ഉദ്യോഗക്കയറ്റത്തിനോ അല്ലെങ്കിൽ മകളുടെ കല്യാണം കഴിയാനോ ഇത്യാദി കാര്യങ്ങൾക്കല്ല പ്രണവത്തെ ഉപാസിക്കാൻ വേണ്ടി ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം അവൻ്റെ മുൻപിൽ പലതും വെച്ച് നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രണവത്തെ കൊടുക്കുന്നത്. ആദ്യം പ്രണവത്തെ എടുത്തു കൊടുക്കുന്നില്ല. ഇതെല്ലാം നശ്വരമാണെന്ന് ബോധിച്ച് അവന് അനശ്വരമായ വിദ്യയിലേക്ക് പോകാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒന്നാണ് ഓം എന്നത്. അപ്പം നമ്മളിതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂട്ടത്തിൽ ഒരു ഓം. അതുകൊണ്ടാണ് ഓമിന് വലിയ വിലയൊന്നുമില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഓ അല്ലേ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവൻ്റെ മുൻപിൽ പ്രണവത്തെ അവതരിപ്പിക്കുന്നു. അവനോടാണ് പറയുന്നത്, യാതൊന്ന് ഇച്ഛിച്ചിട്ടാണോ ഈ പ്രണവത്തെ ഉപാസിക്കുന്നത്? എന്താ പറയുന്നത് നോക്കൂ. ഏതത് ആലംബനം ജ്ഞാത്വ ഏതദ്ദേവാക്ഷരം ജ്ഞാത്വ യോ യദിച്ഛതി തസ്യ തത് യഹ യത് ഇച്ഛതി. യാതൊരുവൻ യാതൊന്ന് ഇച്ഛിക്കുന്നുവോ തത് തസ്യ, അത് അവൻ്റേതായിത്തീരുന്നു എന്നാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ ശരി എന്ന് വിചാരിച്ച് തൻ്റെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് പ്രണവത്തെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ്. അത് തൻ്റെ ആഗ്രഹങ്ങളെ പരിഹരിക്കാൻ പോകുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊതുകിനെ കൊല്ലാൻ ആരും മിഷ്യൻ ഗണ്ണ് ഉപയോഗിക്കാറില്ല. ഉണ്ടോ? കൊതുകിനെ കൊല്ലാൻ റൈഫിളിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളിങ്ങനെ തൊക്കടാ മൊക്കടാക്കി വേണ്ടിയിട്ട് ഓംകാരത്തെ ഉപയോഗിക്കരുത് എന്നർത്ഥം. ഓംകാരം അതിനുള്ളതാണ്, ബ്രഹ്മാസ്ത്രമാണ്. പ്രണവോ ധനു ശരോ ഹ്യാത്മ ബ്രഹ്മതൽ ലക്ഷ്യമുച്യതേ ഉപനിഷത്ത്. പ്രണവോ ധനു, പ്രണവമാണ് ധനുസ്. ശരോ ഹ്യാത്മ, ശരമാണ് നമ്മൾ ഓരോരുത്തരും. ബ്രഹ്മതൽ ലക്ഷ്യമുച്യതേ, ബ്രഹ്മമാണ് ലക്ഷ്യം. എയ്തോളാനാ പറയുന്നത് അതിലേക്ക്. അപ്പോൾ പ്രണവത്തെ ആത്മാനം അരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം. വേറൊരു സ്ഥലത്ത് ഉപനിഷത്ത് അരണിയാണ്. ആത്മാനം അരണിം കൃത്വ, ഞാനൊരരണി, പ്രണവം മറ്റൊരരണി. ഇങ്ങനെ രണ്ടരണികൾ വെച്ചിട്ടാണല്ലോ അഗ്നി ജ്വലിപ്പിക്കുന്നത്. അഗ്നി എന്നാൽ പരമമായിട്ടുള്ള ജ്ഞാനം. ഈ ജ്ഞാനത്തെ ജ്വലിപ്പിക്കാൻ പ്രണവോപാസന വേണം. ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇത് തന്നെയല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്? ഓം എന്നല്ലേ പറഞ്ഞു കൊടുത്തത് അല്ലേ? ഇതേ ശ്ലോകം ഗീതയിൽ വരുന്നില്ലേ? എന്താണ് ഗീതയിൽ വരുന്നത് പറയൂ. ഓമിത്യേത അത് തന്നെ. സയാതി പരമാം ഗതി. ഓമിതി ഏകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. ആ അക്ഷരബ്രഹ്മത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നത് എവിടെയാ? 1-ാം അധ്യായത്തിലോ 2-ാം അധ്യായത്തിലോ അല്ല, ഒന്നായി ശ്രവണം ചെയ്ത് അവനാണ്. അപ്പം ഇതിനെ മാത്രമായി എടുത്ത് ഈ മന്ത്രത്തെ സ്വതന്ത്രമായിട്ട് എടുത്തിട്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, ഓം ജപിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ട് കടലാസിൽ എഴുതിക്കോളൂ ഓം 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 എന്ന്. അല്ലെങ്കിൽ ഓം എന്ന് പറഞ്ഞ് കുറേ നേരം ജപിച്ചോളൂ. എപ്പോഴാണ് ഓംകാരം ഒരുവനെ അനുഗ്രഹിക്കുന്നത്? ഉപനിഷത്ത് പറയുന്നു, എല്ലാം നിഷ്ഫലമാണെന്ന് കരുതി, എല്ലാം ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്നതാണെന്ന് കരുതി ആ സത്യത്തിലേക്ക് പോകുന്ന ഒരുവന് ആശ്രയമായി കൊടുക്കുന്ന ഒന്നാണ് ഓം എന്ന്. അപ്പം മാത്രം അവനെ അനുഗ്രഹിക്കുന്നു. അല്ലാത്ത വേളകളിലൊന്നും ഓംകാരം ആരെയും അനുഗ്രഹിക്കില്ല. എഴുതി ഒപ്പ് യമൻ വക. പിന്നെ യമൻ എങ്ങനെയാണോ നാചികേതാഗ്നി കടഞ്ഞത്, അങ്ങനെ നമുക്ക് കടയാം. ഏത്? അനിത്യമാണിതെന്ന് കറിഞ്ഞ് നിത്യമായതിനെ പ്രാപിക്കാൻ. അങ്ങനെ കടഞ്ഞോളൂ. ആ ഓംകാരത്തെ പറയണു. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ. ഏതത് ആലംബനം ശ്രേഷ്ഠം, ഏതത് ആലംബനം പരം, ഏതത് ആലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ
എന്ത് സുന്ദരമായിട്ടുള്ള മന്ത്രമാണ് ഇല്ലേ? പറയണു, ഏതത് ആലംബനം ശ്രേഷ്ഠം, ഈ ആലംബനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, വേറെ ഒന്നുമല്ല, ധരിച്ചോളൂ. ഇതാണ് ഈ ലോകത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരേ ഒരു ആലംബനം. വേറെ ഭാര്യ വിചാരിക്കും ഭർത്താവാണെന്ന്, ഭർത്താവ് വിചാരിക്കും ഭാര്യയാണ്, കുട്ടികളാണെന്ന്. അല്ലേ അല്ല. വളരെ പ്രായമായിട്ട് ഒരാളുടെ ഭാര്യ വീട്ടിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ അവർ ഓടി, അതങ്ങനെ പറയണമല്ലോ, അങ്ങനെ തെറ്റായി പറയാൻ പാടില്ല, ക്ഷമിക്കണം. അങ്ങനെ ഓടി എവിടെയോ പോയി. പാവം ഭർത്താവ് വിഷമിച്ച് പിറകിലോടി. അവളാണ് എനിക്ക് ആലംബനമായിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഓടിയത്. കാണാനില്ല. അവസാനം ഓടി ഒരു കാട്ടിൽ പോയി. കാട്ടിൽ ഒരു മഹാത്മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ആൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, മഹാത്മൻ, എൻ്റെ ഭാര്യയെ കണ്ടു അങ്ങ് എന്ന് ചോദിച്ചു. ഒരാളോട് നേരിട്ട് എന്നെ ചോദിക്കുക എങ്ങനെ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ. അയ്യോ, എനിക്ക് ആകെ ആശ്രയമായിട്ട് ആലംബനമായിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്, അവളെ കാണാനില്ല, അവൾ എവിടെയോ പോയി എന്ന് പറയാം. അപ്പം ചോദിച്ചു ഇദ്ദേഹം, എന്താണ് നിങ്ങളുടെ ഭാര്യയുടെ പേര്? ഇദ്ദേഹം പേര് ചോദിക്കുന്നതിൽ സമർത്ഥനാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ പേര് ട്രബിൾ എന്നാണ്. ഓഹോ, നല്ല പേരാണ് ഏതായാലും. ശരി, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഫൂളിഷ് എന്നാണ്. എന്നാൽ നീ ഇവിടെ ഇരുന്നാൽ മതി, ട്രബിൾ നിൻ്റെ അടുത്ത് എത്തിക്കോളും എന്ന് പറയാം. നീ ട്രബിൾ അന്വേഷിച്ച് പോണ്ട, ഇവിടെ ഇരുന്നാൽ മതി. ഒരു തമാശയായിട്ടുള്ളൊരു ഇതാണ്. അപ്പം ആലംബനമായിട്ടുള്ളത് ഇതായിരിക്കണം. ബാക്കിയുള്ളതെല്ലാം എന്താണ്? നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന ട്രബിളാണെന്ന് പറയാം. ആലംബനം, ആശ്രയിക്കാൻ പറ്റുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരേ ഒരു ആലംബനം ഏതത്? ഇതാണ്. ഏതത് ആലംബനം പരം, ഏറ്റവും പരമായിട്ട് എല്ലാറ്റിൽ നിന്നും ഉയർന്നു നിൽക്കുന്നത് ഇതാണ്. ഏതത് ആലംബനം ജ്ഞാത്വ, ഈ ആലംബനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാത്വ ബ്രഹ്മലോകേ മഹീയതേ, ബ്രഹ്മലോകത്തിൽ മഹീയത എന്ന് പറഞ്ഞാൽ പൂജിതനാകുന്നു എന്ന് പറയണു. വീണ്ടും നമ്മുടെ ഗീതയിലുള്ള ശ്ലോകത്തെ, അല്ലെങ്കിൽ ഈ കഠോപനിഷത്തിൽ നിന്ന് ഉൾക്കൊണ്ടതാവാം ഗീതയിലേക്ക്. അതെ, അങ്ങനെയാണ് വരിക. ഈ ഒരു ശ്ലോകത്തെ അവതരിപ്പിക്കണു. 18ാമത്തെ മന്ത്രം. ന ചായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ ന ജായതേ മ്രിയതേ വാ കഥാചിത് എന്ന് ഗീതയിൽ അല്ലേ? കഥാചിത് എന്നത് ഇവിടെ വിപശ്ചിത്, ചെറിയ പാഠഭേദത്തോടു കൂടിയിട്ട് ഈ ശ്രുതിയിൽ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ ഗീതയിൽ പറയുന്നു. മഹാഭാരതത്തെ ഉപനിഷത്തായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മഹാഭാരതത്തെ പൂർണ്ണമായിട്ട് ഉപനിഷത്തായിട്ട് പറയുന്നു. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് ന അയം കുതഃ ന അയം വിപശ്ചിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വിചിന്തനം ചെയ്ത ജ്ഞാനി എന്നർത്ഥം. ജ്ഞാനി ന ജായതേ മ്രിയതേ വാ, അവൻ കരുതുന്നില്ല. എന്ത് കരുതുന്നില്ല? ജനിക്കുന്നു മരിക്കുന്നു എന്ന് കരുതുന്നില്ല. ജ്ഞാനി ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഉപനിഷത്ത് ഇവിടുന്ന് മുതലല്ല, കുറച്ച് മുൻപ് ആ ഗഹനമായിട്ടുള്ള തലത്തിലേക്ക് ഉപനിഷത്ത് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. വിപശ്ചിത് ന ജായതേ മ്രിയതേ വാ, ഒരിക്കലും അത്
ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അയം കുതശ്ചിത് ന ബഭൂവ. അയം അത് എവിടെ നിന്നും, കുതഹ ഏതെങ്കിലും ഒന്നിൽ നിന്ന്, ന ബഭൂവ ഭവിച്ചതാണോ ഉണ്ടായതാണോ അല്ല. അസ്മാത് അതുകൊണ്ട് തന്നെ, കശ്ചിത് ന ബഭൂവ ഇതിൽ നിന്നൊന്നും ഉണ്ടാകുന്നും ഇല്ല. ഒന്നിൽ നിന്നും ഉണ്ടായതല്ല അത്, അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാകുന്നും ഇല്ല. അജഹ നിത്യഃ ശാശ്വതഃ ഇതാണത്. അജഹ അജനാണ്, ജനിക്കാത്തതാണ്. നിത്യഃ നിത്യനാണ്. ശാശ്വതഃ എന്നും നിലനിൽക്കുന്നതാണ്. പുരാണഃ അയം പുരാണനായിട്ടുള്ള, പണ്ടേക്കു പണ്ടേ ഉള്ളവനായ ഇവൻ, ശരീരേ ഹന്യമാനേ ശരീരത്തിൻ്റെ നാശത്തിൽ, ന ഹന്യതേ നശിക്കപ്പെടുന്നില്ല. നീ ചോദിച്ചില്ലേ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന്? ആദ്യം മരണാനന്തരം എന്ത് സംഭവിക്കുന്നുവെന്ന് ചോദിച്ച നീ ആര് എന്ന് ഞാൻ സാമാന്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. നീ ആരാണ്? ശരീരമല്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. ഞാൻ ശരീരമല്ല എന്നറിയാൻ പെരുത്ത് ബുദ്ധിയൊന്നും വേണ്ട. വേണോ? വേണം തോന്നില്ല. അതായത് ശരീരം എന്ന് പറയുന്നത് ജനിച്ചിട്ടുള്ളതാണ്. ശരീരത്തിന് 6 വികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് 6 വികാരങ്ങൾ? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഇത് ഷഡ്വികാരവതേതത് സ്ഥൂലശരീരം. പാഠം 1. ശരീരം എന്ന പാഠത്തിൽ ഒന്നാമത്തെ നിർദ്ദേശം, ശരീരം 6 വികാരങ്ങൾക്ക് വിധേയമാണ്. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഇത് ഷഡ്വികാരവത് ഏതത് സ്ഥൂലശരീരം. ഈ തരത്തിലുള്ള 6 വികാരങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥൂല ശരീരം. ശരി, ഇവിടെ ഭഗവാൻ പറയണു, യമൻ പറയണു, ഏതാണോ ജനിക്കപ്പെട്ടത്, ഏതാണോ ജനിക്കപ്പെടുന്നത്, ഏതാണ് നിലനിൽക്കപ്പെടുന്നത്, ഏതാണ് വളർന്നു വരുന്നത്, ഏതാണ് മാറ്റങ്ങൾക്ക് വിധേയമായി തീരുന്നത്, ഏതാണ് ക്ഷയിക്കപ്പെടുന്നത്, ഏതാണ് നശിക്കപ്പെടുന്നത്, ഹേ നചികേതസേ നീ അതല്ല. ക്ലിയർ ആക്കി തരാം. എനിക്ക് ഒരു ബാല്യാവസ്ഥയുണ്ടായിരുന്നു. ആർക്ക്? ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇല്ലേ? ഈ സമയത്ത് ഈ ഉപനിഷത്ത് ഇത്ര ശ്രവണം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശ്രവണം ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പം ശ്രദ്ധ, ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കൂ നിങ്ങൾ. 5 മിനിറ്റ്. എനിക്കെന്തുണ്ടായിരുന്നു? ഒരു ബാല്യാവസ്ഥയുണ്ടായിരുന്നു ഇല്ലേ? ആ ബാല്യാവസ്ഥ കഴിഞ്ഞുപോയി. ബാല്യാവസ്ഥ ഞാനായിരുന്നുവോ? ഞാനായിരുന്നു ബാല്യാവസ്ഥയെങ്കിൽ ബാല്യാവസ്ഥ കഴിയുന്നതോടൊപ്പം ഞാനും കഴിയുമായിരുന്നു. എനിക്കൊരു യുവതിയായിട്ടുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ യുവതിയായിരുന്നുവെങ്കിൽ, യുവാവായിരുന്നുവെങ്കിൽ ആ യുവത്വത്തോടൊപ്പം യുവത്വത്തിൻ്റെ അവസാനത്തിൽ ഞാനും അവസാനിക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരാണ്? ഞാൻ സാക്ഷിയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ, എൻ്റെ ബാല്യാവസ്ഥയെ അറിഞ്ഞവനാണ് ഞാൻ. എൻ്റെ യൗവനാവസ്ഥയെ അറിഞ്ഞവനാണ് ഞാൻ. എൻ്റെ വാർദ്ധക്യാവസ്ഥയെ അറിഞ്ഞവനാണ് ഞാൻ. എൻ്റെ അഭാവത്തെയും എൻ്റെ ശരീര അഭാവത്തെയും അറിയുന്നവനാണ് ഞാൻ, അല്ലെങ്കിൽ അറിയേണ്ടവനാണ്. ഇത്രയും ഞാൻ അറിയുമെങ്കിൽ ഇതും കൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഇതിലേക്കാണ് യമൻ നചികേതസിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. നചികേതസേ അതിനെന്തില്ല? ന ജായതേ ന മ്രിയതേ. അതിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല കുട്ടി, അതൊന്നിൽ നിന്നും ഉണ്ടായതല്ല. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പം
അപ്പം എങ്ങനെയാണോ ബാല്യത്തോട് നാം വിട പറഞ്ഞത്, ബാല്യത്തോട് വിട പറയുമ്പം നാം ആരായിരുന്നു? ബാല്യമായിരുന്നോ? അല്ല. ഒന്ന് നന്നായി ആലോചിച്ച് നോക്കൂ. ഇതാലോചിക്കാൻ സംസ്കൃതം പഠിക്കണോ നിങ്ങൾ? വേണ്ടെന്നേ. ഇത് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഈ നിമിഷം ആലോചിക്കൂ. നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റുന്നില്ലേ? ഞാനിതിന് സാക്ഷിയായിരുന്നുവെന്ന്. ഇനി എൻ്റെ അങ്ങോട്ടുള്ള പോക്കും, അതായത് എൻ്റെ ഈ ശരീരത്തിന് എന്തൊക്കെ ഭാവാഭാവങ്ങൾ ഉണ്ടാവുന്നുവോ അതിനൊക്കെ സാക്ഷിയായിരിക്കും ഞാൻ. ശരീരം ചിതയിൽ വെക്കട്ടെ, വെക്കാതിരിക്കട്ടെ, ഞാൻ ആരാണ്? ഇതിൽ നിന്ന് അന്യനാണ്, വിലക്ഷണനാണ്. ഇതിൽ നിന്നൊക്കെ വിലക്ഷണനാണ് ഞാൻ എന്ന് പറയാം. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമച്യുതഃ അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ഇതാണ് ഞാൻ. ഉറപ്പിച്ചോളൂ. നിങ്ങളുടെ യുക്തി കൊണ്ട് നിങ്ങൾ ചിന്തിച്ചോളൂ. അതല്ല ഞാൻ എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കളവ്. ഇതാണ് സത്യം. ഇതിനെയാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഏതാണോ ജനിക്കപ്പെടുന്നത്, ഏതാണോ നിലനിൽക്കപ്പെടുന്നത്, ഏതാണോ വളർന്നു വരുന്നത്, ഏതാണോ മാറ്റങ്ങൾക്ക് വിധേയമായി തീരുന്നത്, ഇതാണ് അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ. ഇത് സ്ഥൂല ശരീരമാണ്. സ്ഥൂല ശരീരത്തിന് അപ്പുറത്ത് നിനക്കൊരുണ്മയുണ്ട്. അത് പ്രണവമെന്ന അക്ഷരത്തിലൂടെ, അതിനെയാണ് ആലംബനമായി സ്വീകരിക്കേണ്ടത്.